എന്താ ഇത്? സത്യം പറ, നീ തീവ്രവാദിയല്ലേ? തീവ്രവാദിയൊന്നുമല്ല, കള്ളനാ, പെരും കള്ളൻ. ഏയ്, ഞാൻ കള്ളനൊന്നല്ല. പിന്നെ സാമിയുടെ വേഷത്തിൽ വന്ന് നീയല്ലേ? പഞ്ചാബിയുടെ വേഷത്തിലോ? അല്ലടാ കള്ള. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, ഇതെല്ലാം എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഫ്ലാറ്റ് കുത്തു വിളിക്കുന്നതല്ലേ അവന്റെ ജോലി. ആൻഡ്രിയ, നീ പോലീസിനെ വിളിക്കേ. പ്ലീസ്. ഹലോ, പോലീസൊന്നും വിളിക്കല്ലേ. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. എന്താന്ന്? എടി, മനസ്സിലായില്ലേ നിനക്ക്? CID. താൻ CID ആണോ? അതെ. CID മൂസ? മൂസയല്ല, സമോസ. എന്നെ കളിയാക്കരുത്. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പോക്കറ്റിലുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേണമല്ലോ. പ്രതം പോയേ? ഇല്ലല്ലോ. ഇവിടെ അല്ല, താഴെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ. ആൻഡ്രിയ, നീ ചെക്ക് ചെയ്യ്. നോയിക്കോ. അടങ്ങിയിരിക്കുക. അനങ്ങരുത്. എന്തായി കാണിക്കുന്നത്? ID കാർഡ് എവിടെ? പോക്കറ്റില്. വിളിക്കാതടോ. CID കിക്ലി വേണ്ട. ഹോക്സായി. ഹലോ, ഹോക്സായി. ഇത് ഡിറ്റക്റ്റീവ് ഏജൻസി ആണോ? യെസ്. ഇതാരാണ്? സോറി. എന്തോ? സോറി. ഒരിക്കൽ നാട്ടിൽ പോകുമ്പോ ഞാൻ കൂടെ വരാം. തന്റെ നാടൊക്കെ ഒന്ന് കാണാലോ. ഷുവർ. ദാ, അർജുന്റെ പുതിയ അസൈൻമെന്റ്. മാഡം, ഇത് എന്താ, പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ ആസ് ഏർലി ആസ് പോസിബിൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ? ഒരു സ്കൂൾ ടീച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ്? അർജുൻ അത് അന്വേഷിക്കേണ്ട കാര്യമല്ല. ദാറ്റ്സ് കമ്പനീസ് റൂൾ. ഓക്കെ മാം. ആൻഡ്രിയ. ഹലോ, CID അർജുൻ റാം. വണക്കം. AR റഹ്മാന് പാട്ട് കേൾപ്പിക്കാൻ പോയിട്ട് എന്തായി? എന്താവൻ സെക്യൂരിറ്റി കയറ്റി വിടണ്ടേ? പിന്നെ ലാലേട്ടൻ മനസ്സിൽ ധ്യാനിച്ച് ഐസ് ക്യൂബ് ഇടാതെ ദർബാർ രാഗത്തിൽ പാട്ടങ്ങോട്ട് പാടി. അയാൾ മലയാളം മറന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കും. അതേത് പാട്ടാ? ഭരണിപ്പാട്ട്. ഒന്നും നടന്നില്ലെങ്കിൽ സന്തോഷേറിനെ കാണും. അയാളെങ്കിൽ എന്റെ കഴിവ് മനസ്സിലാക്കും. ആരെ കാണുന്നു? സന്തോഷ് പണ്ഡിറ്റിന്. ഇതേതാ മുതല്? എൻ്റെ അടുത്ത ടാർഗറ്റാണ്. കമ്പനി എന്നാ? അതെ. ഇമ്മാതിരി സാധനമൊക്കെ കമ്പനി തരുമെങ്കിൽ നാളെ മുതൽ ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ചേരും. ഇവളാണ് എൻ്റെ തലക്കടിച്ചത്. അപ്പൊ ഒലക്കല്ലാണ് തലക്കടിച്ചത്. ഒലക്കൊണ്ടാണല്ലോ തലക്കടിച്ച്. അപ്പൊ കമ്പനി എനിക്ക് അറിഞ്ഞൊരു പണി തന്നാണ് മോനെ. പപ്പേരനാണോ?